ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ജോർജിയൻ വ്ളോഗിലോട്ട് സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മാട്ടുവേലി കാനിയോൺ പോകുന്ന വീഡിയോ ആണ് വ്ളോഗായിട്ടിട്ടുണ്ടായിരുന്നത്. മാട്ടുവേലി കാനിയോണിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ച് കുട്ടൈസിയിലോട്ട് പോവുകയാണ്. കുട്ടൈസി പോകുന്ന വഴി വളരെ മനോഹരമാണ്. കുട്ടൈസിയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഫസ്റ്റ് നമ്മൾ പോയത് ബഗ്രാത്തി കത്തീഡ്രലാണ്. കുട്ടൈസിയിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാണ് ഈ ബഗ്രാത്തി കത്തീഡ്രൽ. വളരെ പുരാതനവും ജോർജിയൻ ആർക്കിടെക്റ്റിലെ ഒരു മാസ്റ്റർ പീസും കൂടിയാണ് ഈ സ്ഥലം. ബഗ്രാത്തി കത്തീഡ്രൽ ബിൽഡ് ചെയ്തത് 11th സെഞ്ച്വറിയിലാണ്. പക്ഷേ ഇതിൻ്റെ റിനോവേഷൻ വർക്കെല്ലാം ചെയ്തത് 1900 മുതൽ 1994 വരെ ടൈം എടുത്തുകൊണ്ടാണ്. അതിൻ്റെ കുറച്ച് ഹിസ്റ്ററിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബഗ്രാത്തി കത്തീഡ്രലിന് ആ പേര് വരാൻ കാരണം 11th സെഞ്ച്വറിയിൽ ഈ കത്തീഡ്രൽ ഉണ്ടാക്കുമ്പോൾ ഇവിടെ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കിങ് ബഗ്രാത്ത് III ആണ്. ഇതിൻ്റെ ചർച്ചിൻ്റെ ഉൾഭാഗം എന്തായാലും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു നിർമ്മിതിയാണ് ഈ ബഗ്രാത്തി കത്തീഡ്രൽ.
പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുട്ടേസി ടൗണിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കാണാം. നമ്മളെന്തായാലും ഈ ബഗ്രാത്തി കത്തീഡ്രലിൻ്റെ അടുത്താണ് റൂം എടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്കെന്തായാലും നല്ല ക്ലൈമറ്റും അതുപോലെ അത്യാവശ്യം ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബഗ്രാത്തി കത്തീഡ്രലിന് ശേഷം ഇവിടെ ഒരു വൈറ്റ് ബ്രിഡ്ജ് ഉണ്ട്, അവിടെയും കൂടി പോയിട്ട് നമ്മൾ റൂമിലോട്ട് പോവാം എന്നൊരു തീരുമാനത്തിലാണ്. ബഗ്രാത്തി കത്തീഡ്രലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോയത് വൈറ്റ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. വൈറ്റ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് പോയത്. പാർക്കിങ്ങിന് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. 1 ഹവറിന് 1 ലാറിയൊക്കെ ഉള്ളു. കുട്ടേസിയിലെ പ്രധാനപ്പെട്ട അടുത്ത ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ വൈറ്റ് ബ്രിഡ്ജ്. ഇവിടേക്ക് പോകുന്ന വഴിയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഷോപ്പുകളും അതുപോലെ ഹോട്ടലുകളും കാണാൻ പറ്റും. കുട്ടേസിയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായ ഈ വൈറ്റ് ബ്രിഡ്ജ് ഫസ്റ്റ് ഒരു വുഡൻ ഫ്രെയിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 1860 ഫ്ലഡ് കാരണം ഈ വുഡൻ ഫ്രെയിമൊക്കെ ഡാമേജായി. അതിനുശേഷം ഇവർ ഫ്രാൻസിൽ നിന്ന് അയൺ ഫ്രെയിം കൊണ്ടുവന്നിട്ടാണ് 1872 ഇത് റീബിൽഡ് ചെയ്തത്. പക്ഷേ ഈ ലാസ്റ്റ് 2019 ഇവർ ഫുള്ളി റിനോവേഷൻ ചെയ്തു. ഈ വൈറ്റ് ബ്രിഡ്ജ് റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഇവർ ഈ വൈറ്റ് ബ്രിഡ്ജിൽ ചില ഭാഗങ്ങൾ മാറ്റിയിട്ട് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ കുറച്ച് ജോർജിയൻ പോയംസും ഇവരിവിടെ എഴുതിയിട്ടുണ്ട്. ഈ വൈറ്റ് ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ പോകുന്ന ഈ റിവറാണ് റയനി റിവർ. ഈ റിവറിൻ്റെ താഴെ നമുക്ക് ഇഷ്ടംപോലെ വൈറ്റ് സ്റ്റോൺസ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ വൈറ്റ് ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് ജസ്റ്റ് ഒരു പാർക്ക് പോലൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് കേബിൾ കാർ മുകളിലോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മുകളിൽ പോയാലും കുറേ കുട്ടികളുടെ റൈഡ്സൊക്കെ ആയിട്ട് ഒരു കളിക്കുന്ന ഒരു ഏരിയ ഉണ്ട്.
കുട്ടേസിയിൽ റൂം എടുക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും റൂം എടുക്കുകയാണെങ്കിൽ നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ. ഇതിനടുത്ത് ഇഷ്ടംപോലെ ഹോട്ടൽസും അതുപോലെ റെസ്റ്റോറൻറ്റ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ബോൾ ടാപ്പ് വഴി ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാനും പറ്റും. കേബിൾ കാർ സ്റ്റേഷൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ടൂർ പാക്കേജ് പോലെ കുറേ ഓഫേഴ്സൊക്കെ കൊടുത്തിട്ട് ഒരു ക്യാബിൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ നമ്മൾ ദൂരെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ നമുക്ക് പാക്കേജ് ടൂർ എടുത്ത് പോകണമെങ്കിൽ ഇവരെ സമീപിക്കാം. കാരണം അത്ര വലിയ പ്രൈസ് ഒന്നും നോക്കിയപ്പോൾ കണ്ടില്ല, ജസ്റ്റ് ഇൻഫർമേഷൻ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ നിന്നാണ് നമ്മുടെ കേബിൾ കാർ മുകളിലോട്ട് പോകുന്നത്. ഈ കേബിൾ കാറിൽ കയറാൻ ജോർജിയൻ സിറ്റിസൺസ് ആണെങ്കിൽ 1 ലാറിയും ജോർജിയൻ സിറ്റിസൺസ് അല്ലാത്തവർക്ക് 3 ലാറിയാണ്.
കേബിൾ കാർ കയറി മുകളിലെത്തുമ്പോൾ നമുക്കിതുപോലെ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്ന ഏരിയ കാണാൻ പറ്റും. ഇവിടെയുള്ള പല ആക്ടിവിറ്റീസിനും ഫീസ് കുറവാണ്. അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്തിട്ട് കുട്ടികളൊക്കെ ഈ റൈഡ്സിലൊക്കെ കയറ്റുകയാണെങ്കിൽ അവരും ഹാപ്പി ആയിരിക്കും. ഏരിയയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഹോട്ടൽ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതുപോലെ റെസ്റ്റോറൻറ്റും ഉണ്ട്. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ പാർക്ക് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മൾ booking.com സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. വളരെ കുറഞ്ഞ പ്രൈസിലാണ് പൊതുവേ റൂംസ് കാണാറ്. പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പം ഞങ്ങൾ എന്തായാലും കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ കേബിൾ കാർ എടുത്തിട്ട് താഴോട്ട് തന്നെ പോവുകയാണ്. ഇതൊരു വളരെ പഴയ ഒരു കേബിൾ കാറാണ്. കേബിൾ കാർ സ്റ്റേഷനിൽ നമ്മൾ തിരിച്ച് എത്തിയപ്പോഴത്തേനും രാത്രിയായപ്പോൾ ഇവിടെ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇവിടുത്തെ വൈബെല്ലാം മാറി. ഒരുപാട് ടൂറിസ്റ്റുകളെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടുത്തെ സിറ്റിസൺസും ഒരുപാടുണ്ട്. അവർ ഈ സ്ട്രീറ്റിൽ കൂടെ നടന്നിട്ടും ഫുഡ് കഴിച്ചിട്ടും എൻജോയ് ചെയ്തിട്ടും കുട്ടികളൊക്കെ കളിക്കുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറേ ടൈമുണ്ട്. അതല്ലെങ്കിൽ ഒരു ഈവനിങ് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ സ്ഥലം വിസിറ്റ് ചെയ്യണം. വൈറ്റ് ബ്രിഡ്ജിൻ്റെ അടുത്തായി തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഹിസ്റ്ററിയിലോട്ട് പോയി. ഞങ്ങൾ ജസ്റ്റ് 1 ഡേ മാത്രമേ ഇവിടെ സ്റ്റേ ഉള്ളൂ. നാളെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട്
നമുക്ക് പ്രൊമിത്തീസ് കേവ് പോകാനുണ്ട്. പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളോടും കണ്ടിട്ട് തിരിച്ച് നമ്മൾ അബുദാബിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഹോട്ടൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ കേട്ടോ. നല്ലൊരു ആംബിയൻസും അതുപോലെ റൂംസും എല്ലാം നല്ല വൃത്തിയും സൗകര്യമുള്ള റൂംസായിരുന്നു. ബഗ്രാത്തി കത്തീഡ്രലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഹോട്ടലുള്ളത്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും ബാക്കി കാഴ്ചകളും അതുപോലെ ഇവിടെ നമ്മളെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരും നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. എല്ലാവർക്കും നമ്മുടെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.